കേരളീയനോട് ഒരു ഫ്രൂട്ട് കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ അത് ഏത് ഫ്രൂട്ടാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ചക്കയായിരിക്കും. മലയാളികൾക്ക് ചക്ക എന്നുള്ളത് ഒരു ഫ്രൂട്ടല്ല, ഒരു ആഹാര പദാർത്ഥമല്ല, ഒരു വികാരം തന്നെയാണ്. ഈയിടെയായിട്ട് ചക്ക ഒരുപാട് ന്യൂട്രിറ്റീവ് വാല്യൂ അല്ലെങ്കിൽ ഒരുപാട് ഗുണഫലങ്ങളുള്ള ഒരു പഴം ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച്. പക്ഷെ അതിൻ്റെ ചില ഫാക്ട്സ്, ചില സത്യങ്ങൾ നമ്മളൊന്ന് എഴകീറി പരിശോധിക്കാനുള്ള ഒരു ശ്രമമാണ് ഈ വീഡിയോയിലൂടെ നടത്തുന്നത്. ചക്ക എന്നുള്ള ഒരു ഫ്രൂട്ടിന്റെ അഡ്വാൻറ്റേജ് അല്ലെ ഗുണങ്ങൾ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനം അതിലുള്ള ഒരുപാട് നാരുകളുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ പൊട്ടാസ്യം പോലുള്ള ലവണങ്ങൾ, പ്രോട്ടീൻ്റെ കുറച്ച് അളവ്, ഇവയൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ചക്കയുടെ ഏറ്റവും വലിയ ഗുണം. പക്ഷേ നമ്മൾ പ്രമേഹ രോഗികൾ എപ്പോഴും കാണാറുണ്ട്, ചക്കയുടെ ഒരു സീസൺ ആവുമ്പം ചോറിന് പകരം അങ്ങ് ചക്കയാക്കിയിട്ട് അതിന് ഒരു അൺലിമിറ്റഡ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അളവിനെ കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാത്ത ഒരു ചക്ക കഴിപ്പ് നടത്താറുണ്ട്. അത് ശരിയാണോ? ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ ഒരുങ്ങുന്നത്. ഒന്നാമത്തത്, ചക്ക ഏത് പരുവത്തിൽ കഴിക്കണം. പിന്നെ ചക്ക നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം, വരിക്കച്ചക്കയും കൂഴച്ചക്കയും ഉണ്ട്. അതിൽ ഏത് ചക്കയാണ് നല്ലത്? ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ചക്ക നല്ലതാണെന്നൊരു ഒരു ഒരു ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റിലൂടെ നമുക്ക് അത് മനസ്സിലാക്കാൻ സാധ്യമല്ല, പ്രത്യേകിച്ചും പ്രമേഹ രോഗികളുടെ പശ്ചാത്തലത്തിൽ. അപ്പോൾ നമ്മൾ അധികം വിളയാത്ത അല്ലെങ്കിൽ ഇടിച്ചക്ക പരുവത്തിലെ ചക്ക ഒരു ഉഗ്രൻ സോഴ്സ് ആണ്, നാരുകളുടെ ഒരു നല്ല ഉറവിടമാണ്. ഇപ്പൊ പ്രമേഹ രോഗികൾക്ക് വളരെ നല്ല ഒരു ആഹാരമായിട്ട് നിർദ്ദേശിക്കാവുന്നതാണ് ഇടിച്ചക്ക എന്ന് പറയുന്നത്. പക്ഷെ സാധാരണ നമുക്ക് ഇഷ്ടമാവുന്ന ചക്ക എന്ന് പറയുന്നത് കുറച്ച് വിളഞ്ഞു കഴിയുമ്പോൾ, പഴുപ്പിന് തൊട്ടു മുമ്പുള്ള ആ അവസ്ഥയിൽ അല്ലെ പഴുത്ത ചക്ക, ഇതൊക്കെയാണ് നമുക്ക് ഇഷ്ടം. ആ ചക്കയിൽ ധാരാളമായിട്ട് ഗ്ലൂക്കോസ് അടങ്ങുന്നുണ്ട്. നിങ്ങൾ തന്നെ ഒരു പരീക്ഷണം നടത്തി നോക്കുക. ചക്ക വേവിക്കുക അല്ലെ ചക്ക പെരട്ടിയെടുക്കുക എന്നുള്ള ചില റെസിപ്പീസ് ഉണ്ടല്ലോ നമ്മുടെ തനി നാടനായിട്ടുള്ള. അവ കഴിച്ചിട്ട് പ്രമേഹ രോഗികളൊന്ന് ഷുഗർ ടെസ്റ്റ് ചെയ്ത് നോക്കുക. അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും ഒരു അളവ് കഴിച്ചു കഴിയുമ്പോൾ എന്തുമാത്രം ഷുഗർ കൂടുന്നു എന്നുള്ള ഒരു ധാരണ നമുക്കപ്പോൾ ഉണ്ടാവും. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ചക്കയുടെ വിളവ്, ചക്കയുടെ തരം, ഇവയെല്ലാം പ്രധാനമാണ്. നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിൽ തന്നെ മനസ്സിലായിട്ടുള്ള, പല പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കൂഴച്ചക്കയാണ് ഒന്നുകൂടെ ന്യൂട്രിറ്റീവ് വാല്യൂ നല്ലത്. പക്ഷെ നമുക്കറിയാം രുചി വരിക്കച്ചക്കയ്ക്കാണ്, അതിനാണ് പ്രിയമേറുന്നത്. പക്ഷേ കൂഴച്ചക്ക, പ്രത്യേകിച്ചും അതിൻ്റെ കൂഞ്ഞ് എന്ന് പറയുന്ന നടുഭാഗവും കുരുവും, അതിലാണ് വളരെ കൂടുതലായിട്ടുള്ള പ്രോട്ടീനുകളും നാരുകളും അടങ്ങുന്നത്. ഇപ്പൊ പ്രമേഹ രോഗികൾക്ക് നല്ലതാണെന്ന് പറയുന്ന ഈ ഭാഗങ്ങളൊക്കെ ആണ്. പക്ഷെ അതിൻ്റെ ചുളകൾ പഴുപ്പിനോട് അടുക്കുമ്പോഴും അല്ലെങ്കിൽ ഏകദേശം വിളവ് തുടങ്ങുന്ന സന്ദർഭത്തിൽ ശരിക്ക് ഗ്ലൂക്കോസിന്റെ അളവ് അതിൽ കൂടാനുള്ള സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ കാണാറുണ്ട് ഒരുപാട് പൊടികളൊക്കെ ചക്കക്കുരുവിൽ നിന്നും മറ്റുമൊക്കെ എടുത്തത്. അത് വളരെ ഗുണകരമാണ്. അതായത് പിന്നെ അരിപ്പൊടിയിലോ ഗോതമ്പ് പൊടിയിലോ ഒക്കെ മിക്സ് ചെയ്ത് അല്ലെങ്കിൽ ഈ പൊടി മാത്രമായിട്ടെടുത്ത് ഉപയോഗിക്കുമ്പോൾ പെട്ടെന്നുള്ള ഗ്ലൂക്കോസിന്റെ കൂടൽ നമുക്കൊരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കൂടുതൽ നാരുകളുടെ ഉപലബ്ധതയും കൂടെ നമുക്ക് അതിലൂടെ കിട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അധികം വിളയാത്ത ചക്ക, അത് തന്നെ കൂഴച്ചക്ക ആണെങ്കിൽ ഒന്നുകൂടെ നല്ലത്. അതിൻ്റെ കൂഞ്ഞും കുരുവും കൂടുതൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലത്. പക്ഷെ പഴുത്ത ചക്കയും അല്ലെങ്കിൽ വിളഞ്ഞു തുടങ്ങിയ ചക്കയും ഒരു പ്രമേഹ രോഗിയെ സംബന്ധിച്ച് ഒരു നല്ല ആഹാരമല്ല. ആ സമയത്ത് ഗ്ലൂക്കോസ് വളരെ കൂടാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇടിച്ചക്കയോ നിറയെ നാരുകളുള്ള ആ സന്ദർഭത്തിൽ പ്രമേഹ രോഗിയെ സംബന്ധിച്ച് ചക്ക ഒരു നല്ല ആഹാരമാണ്. അപ്പം അതിൻ്റെ ന്യൂട്രിറ്റീവ് ഫാക്ട്സ് അല്ലെങ്കിൽ അതിനകത്തെ ഗുണഫലങ്ങളെ കുറിച്ചുള്ള കൃത്യമായ ഒരു വിവരം നമ്മൾ മനസ്സിലാക്കി ഇരിക്കേണ്ടതുണ്ട്. മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഇതിൽ പൊട്ടാസ്യം എന്ന ലവണത്തിന്റെ അളവ് ഒരുപാട് കൂടുതലാണ്. അതുകൊണ്ട് വൃക്ക രോഗികൾക്ക് പൊട്ടാസ്യം വളരെ ഡേഞ്ചറസ് ആണ്. കാരണം വൃക്കയിലൂടെ അവ പുറന്തള്ളാൻ വൃക്ക രോഗികൾക്ക് സാധിക്കാറില്ല. അതുകൊണ്ട് പൊട്ടാസ്യം റെസ്ട്രിക്റ്റ് ചെയ്യണം, അല്ലെ പൊട്ടാസ്യം ആഹാരത്തിൽ കുറയ്ക്കണം എന്ന് പറയുന്ന രോഗികൾ തീർച്ചയായിട്ടും ചക്ക ഉപയോഗിക്കുന്നത് നല്ലതല്ല.
അപ്പം ചില സന്ദർഭങ്ങളിൽ വിളവ് കുറഞ്ഞ ചക്ക, അതും കൂഴച്ചക്ക, അതും അതിൻ്റെ നടുഭാഗവും അധികം രുചികരമല്ലാത്ത ആ നടുഭാഗവും കുരുവും ഉൾപ്പെട്ട ഭാഗങ്ങൾക്കാണ് ന്യൂട്രിറ്റീവ് വാല്യൂ അല്ലെങ്കിൽ ഗുണഫലങ്ങൾ കൂടുതൽ എന്നാണ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ചക്കയെ കുറിച്ച് ഈ വാസ്തവങ്ങൾ അറിഞ്ഞ് അത്തരത്തിൽ പ്രമേഹ രോഗികൾ അതിനെ പ്രയോജനപ്പെടുത്തുക. നന്ദി.